സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. അതിക്രൂര പീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പരസ്യ വിചാരണ നടത്തി മർദ്ദിച്ചു. പൊതുമധ്യത്തിൽ അപമാനിതനായ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ആളുമാറിയാണ് സിദ്ധാർത്ഥനെ വിളിച്ചുവരുത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു പരസ്യ വിചാരണ. വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ ഫോണിൽ വിളിച്ച് തിരികെ വരാൻ പറഞ്ഞു. ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്നായിരുന്നു വാഗ്ദാനം. തിരികെ എത്തിയ സിദ്ധാർത്ഥനെ അന്യായമായി തടങ്കലിൽ വെച്ചു. എങ്ങും പോകാൻ അനുവദിച്ചില്ല. ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ബെൽറ്റും കേബിൾ വയറും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ഫെബ്രുവരി 16 തുടങ്ങിയ മർദ്ദനം ഫെബ്രുവരി 17 പുലർച്ചെ വരെ നീണ്ടു. ഇതിന്റെ മനോവിഷമത്തിലാണ് മരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതക സാധ്യത അന്വേഷിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ വിചിത്രവാദമുയർത്തുകയാണ് കേസിലെ പ്രതികൾ. സിദ്ധാർത്ഥനെ ആളുമാറിയാണ് വിളിച്ചുവരുത്തിയത്. മറ്റൊരു സിദ്ധാർത്ഥനെ വിളിക്കാനാണ് ഉദ്ദേശിച്ചത്. പ്രതികൾ തന്നെയാണ് മൃതദേഹം ശുചിമുറിയിൽ നിന്ന് അഴിച്ചെടുത്തത്. മർദ്ദന വിവരം പുറത്തറിയിക്കാതിരിക്കാൻ അക്രമികൾ സിദ്ധാർത്ഥന്റെ ഫോൺ പിടിച്ചുവെച്ചുവെന്നും മൊഴിയുണ്ട്. കേസിൽ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. മുബഷീർ പി അക്ബർ ഉണ്ട് വിശദാംശങ്ങളുമായി. മുബഷീർ, അതിക്രൂര പീഡനം തന്നെയാണ് സിദ്ധാർത്ഥൻ നേരിട്ടതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പീഡനം മാത്രമല്ല, ക്രൂര പീഡനം മാത്രമല്ല, ഒപ്പം തന്നെ ഈ പരസ്യ വിചാരണ അപമാനിതനാകുന്ന ഒരു സാഹചര്യം കൂടി സിദ്ധാർത്ഥൻ നേരിടുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? ശ്രുതി, നേരത്തെ പുറത്തു വന്ന വിവരങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും. ഇത്തരത്തിൽ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 16-ാം തീയതി സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ തിരിച്ചു വിളിക്കുകയായിരുന്നു. കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ വിളിച്ചത്. ഫോണിലൂടെയായിരുന്നു സിദ്ധാർത്ഥന്റെ ഒരടുത്ത സുഹൃത്ത് വഴി ഈ ഒരു അക്രമി സംഘം ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഹോസ്റ്റലിലെ അലിഖിത നിയമം അനുസരിച്ച് ഒത്തുതീർപ്പാക്കാമെന്നായിരുന്നു ഈ ഒരു സംഘം സിദ്ധാർത്ഥനെ പറഞ്ഞിരുന്നത്. ആ ഒരു സമയത്ത് മർദ്ദിക്കുമെന്നോ ആ രീതിയിൽ പെരുമാറുമെന്നോ സൂചനകളൊന്നും തന്നെ ഈ ഒരു സംഘം സിദ്ധാർത്ഥന് നൽകിയിരുന്നില്ല. സംസാരിച്ചു തീർക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പിന്നീട് അനുവദിക്കാത്ത രീതിയിൽ അതിക്രൂരമായ പീഡനങ്ങളാണ് പിന്നീട് ഹോസ്റ്റലിൽ ഉണ്ടായതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത്. സിദ്ധാർത്ഥനെ അന്യായമായി തടങ്കൽ വെച്ചു, ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ക്യാമ്പസ് ഹോസ്റ്റലിലെ പരിസരത്തും മറ്റു മേഖലകളിലും ഏകദേശം 4 ഇടങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഹോസ്റ്റലിൽ നടുമുറ്റത്തെ വിദ്യാർത്ഥികളൊക്കെ തന്നെ നോക്കി നിന്ന സമയത്ത് അർദ്ധനഗ്നനായ സിദ്ധാർത്ഥനെ ആദ്യഘട്ടത്തിൽ മർദ്ദിക്കുന്നു. അവിടെയുള്ള ഷട്ടിൽ കോർട്ടിന് സമീപത്തെ കമ്പിയിൽ സിദ്ധാർത്ഥനെ ചേർത്ത് കെട്ടിയിടുന്നു. ഈ കുട്ടികളോടൊന്നും തന്നെ ഈ ഒരു വിവരം പുറത്തു പറയരുതെന്ന് അക്രമി സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഡോർമെട്രിയിലെ കട്ടിലിരിക്കുന്ന സിദ്ധാർത്ഥനെ അവിടെ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. മർദ്ദനത്തിനിടയിൽ അവശനായ സിദ്ധാർത്ഥ് താഴേക്ക് വീഴുന്നു. താഴേക്ക് വീണ സിദ്ധാർത്ഥിനെ തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളെ വിളർച്ചുണർത്തി കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും ഡെമോ ചെയ്തുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് അടിക്കേണ്ടത്, ഇങ്ങനെയാണ് ഉപദ്രവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തെന്നും ഉൾപ്പെടെ വിശദാംശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നാണ്. പിന്നീട് ഈ ഒരു കുന്നിൻ മുകളിലെ മേഖലയിൽ ഉൾപ്പെടെ എത്തിച്ച് മർദ്ദിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അതൊക്കെ തന്നെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. റിപ്പോർട്ട് പുറത്തുവന്നു. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് മുബഷീർ പി അക്ബർ നൽകിയത്.